എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നെതർലാൻഡിലെ ഒരു ഗ്രാമപ്രദേശമാണ്. വളരെ മനോഹരമായ ഭൂമിയും സമതല പ്രദേശവും നല്ല പച്ചപ്പും തന്നെയാണ് ഇവിടെയും കാണുവാൻ സാധിക്കുന്നത്. കൃഷിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നിലവും നല്ല റോഡുകളും അതുപോലെ ഗ്രാമപ്രദേശത്തുള്ള വീടുകളുമെല്ലാമാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ വീടുകൾ കാണുമ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ ചില വീടുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും പഴയ മുളിപ്പരയുടെ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ വന്നത്. പുറമേ നിന്ന് കാണുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തോന്നുന്നു. പക്ഷേ അതിൻ്റെ അടിവശം നല്ല സീലിങ്ങൊക്കെ ചെയ്ത് നല്ല സൂപ്പർ വീടുകളാണ് എന്നാണ് അറിയുവാൻ സാധിച്ചത്. ഈ വീടുകൾ കുറച്ച് കോസ്റ്റ്ലിയുമാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിർമ്മിച്ചിരിക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഇടയ്ക്കിടെ ചില ചെറിയ ഫാക്ടറികളെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഗ്രാമപ്രദേശത്തൂടെ പോയപ്പോൾ കണ്ട കാഴ്ചകൾ ഒരു ഭാഗം ആണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ വഴിയിൽ കണ്ട ദൃശ്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പകർത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കുറച്ച് കുതിരകളും നിൽപ്പുണ്ടായിരുന്നു. ഈ കുതിരകൾ കാണുവാൻ വളരെ മനോഹരമായിട്ടാണ് കാണുന്നത്. പതിവിലും വ്യത്യാസമുള്ള രീതിയിലാണ് എനിക്ക് ഇതിനെ കാണുന്നത്. കാരണം കുറച്ച് കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുടിയെല്ലാം മുഖത്തോട്ട് വീണ് കിടക്കുകയായിരുന്നു. നിങ്ങൾക്ക് കണ്ണ് പോലും കാണുന്നില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ വളരെ ശാന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വിളിക്കുമ്പോൾ അത് നമ്മുടെ അടുത്തേക്കും വരുന്നുണ്ടായിരുന്നു. വെറുതെ ഒരു വള്ളി ചുറ്റും കെട്ടി വെച്ചിട്ടേ ഉള്ളൂ. എങ്കിലും അത് അതിന് പുറത്ത് ചാടാതെ വളരെ ശാന്തമായിട്ട് അതിലൂടെ നടക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം അവിടെ അതുങ്ങളോട് കൂടെയും ചെലവഴിച്ചു. കുഞ്ഞുങ്ങളാണ് ഇതുങ്ങളെന്ന് തോന്നുന്നു. നല്ല നന്നായി ഇരിപ്പുണ്ട്. അങ്ങനെ ഇതിനെയെല്ലാം കണ്ടപ്പോൾ മനസ്സിന് വളരെ സന്തോഷമായി. ഞങ്ങൾ അതിനെ കൈകാണിച്ച് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അടുത്തോട്ട് വരുന്നുമുണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. കുറച്ച് സമയം ഞങ്ങളിവിടെ ചിലവഴിച്ചു. അങ്ങനെ അതിനെയെല്ലാം ഒന്ന് തൊട്ട് തലോടുകയൊക്കെ ചെയ്തു. ഇപ്പം ചെറിയ പേടിയുണ്ടായിരുന്നു, ആരെങ്കിലും നമ്മളെ വഴക്ക് പറയുമോ എന്നൊക്കെ. അതുങ്ങളും വളരെ നല്ല രീതിയിൽ അനങ്ങാതെ നിന്ന് നമ്മളോട് സഹകരിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇനി ഞങ്ങൾ അവിടെയും നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഇനി മുന്നോട്ട് നീങ്ങണം. ഈ കാഴ്ചകളൊക്കെ കണ്ട് നേരം കുറച്ച് വൈകിയിരുന്നു. അങ്ങനെ ഇനി ഞങ്ങൾ തിരിച്ച് കുറച്ച് ദൂരം ഇത് പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ അവിടെ കുറച്ച് നേരം കൂടി നിൽക്കുവാനാണ് മനസ്സ് വന്നത്. കാരണം ആ മൃഗങ്ങളോടൊപ്പം നിന്നപ്പോൾ നമ്മൾക്ക് വളരെ സന്തോഷമാണ് ഫീൽ ചെയ്തത്. വൈകുന്നേരമായിരുന്നു, പക്ഷേ എങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നും തിരിച്ച് ഞങ്ങൾ യാത്രയാവുകയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ വീടുകൾ മുമ്പിൽ കണ്ടതിലും വെച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇവ പണിയപ്പെട്ടിരിക്കുന്നത്.
ഇതും വളരെ മനോഹരമായിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ ഫാക്ടറികളും വീടുകളും എല്ലാം ഉള്ള ഗ്രാമപ്രദേശമാണ് ഇത്. കൃഷിക്ക് വേണ്ടി അവിടെ ഭൂമി ഒരുക്കിയിട്ടിട്ടുമുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെയോ അവർ കൃഷി ചെയ്തിട്ടുണ്ട്. അത് എന്തോ പൂക്കളാണ്, ചെടികളാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇവിടെ ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ കുറച്ച് സമയമുള്ളപ്പോൾ ഇറങ്ങണമായിരുന്നല്ലേ, ചുമ്മാ ഇങ്ങനെ കുറച്ചിങ്ങനെ അങ്ങ് പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ രസമല്ല, ഒരു ചേഞ്ച് അല്ലേ എല്ലാം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ നമുക്കിത് സ്പെഷ്യലാണ്. എന്നാന്ന് വെച്ചാൽ നമുക്ക് കുന്നും മലകളല്ലേ ഉള്ളൂ.